നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. എബിൻ വർക്കി, ഈ ഒരു പേരിന് സമാനമായ മറ്റൊരു പദമുണ്ട്. അത് പലരും ഉപയോഗിച്ച് വരികയും ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയെ സജി ചൊറിയാൻ എന്ന് വിളിച്ചതുകൊണ്ട് ആ വാക്കായിരിക്കും കുറച്ചുകൂടെ ചേരുന്നത് എന്ന് തോന്നുന്നു. എബിൻ വർക്കി എന്നുള്ളതിനെ എബിൻ മാറ്റിയിട്ട് മറ്റൊരു വർക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഈ എബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം എബിൻ വർക്കി ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അപ്പോൾ ദേശീയ നേതാവായതുകൊണ്ട് തന്നെ ഗർജിക്കാൻ ഒരല്പം കൂടി ഉണ്ട് എന്ന് നമുക്ക് കരുതാം. എബിൻ വർക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ മതേതരത്വത്തെക്കുറിച്ചും മതേതര മൂല്യങ്ങളെ ഞങ്ങൾ മുറുകെ പിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്നും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് ഏകദേശം 1,05,00,000 രൂപ വീടുകളുടെ നിർമ്മാണത്തിന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. സജി ചെറിയാൻ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. എന്നാൽ സജി ചെറിയാൻ്റെ പ്രസംഗത്തെ നമുക്ക് മാറ്റി നിർത്തി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഉണ്ടായതുമാണ്. ശരിക്കും എല്ലാ മതങ്ങളും അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് BJPക്ക് 12 സീറ്റും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏകദേശം 23 സീറ്റ് മുസ്ലിം ലീഗിന് ലഭിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് മറച്ചു പിടിക്കപ്പെടേണ്ട ഒരു വസ്തുതയൊന്നുമല്ല. അവിടെ ഈ പറയുന്ന പോലെ ഇവർക്ക് രണ്ടുപേർക്കും തുല്യാതുല്യമായി പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല എന്ന് നമുക്കറിയാം. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തെ സജി ചൊറിയാൻ എന്നൊക്കെ വിളിക്കാനും മാത്രമുള്ള തൻ്റെ ഇടവും ചങ്കുറപ്പും എബിൻ വർക്കിക്ക് ഉണ്ടായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം അങ്ങനെയെങ്കിലും നിങ്ങളുടെ നട്ടലിനെ ഒന്ന് പ്രദർശിപ്പിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഓർത്തോളുക. എടോ വിജയ എന്ന് വിളിച്ച ഒരാൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം എബിൻ വർക്കി മറന്നു പോകരുത് എന്നുകൂടി പറയുന്നു. ഇനിയും ബാക്കിയുള്ള വിശേഷങ്ങൾ വരാം. മതേതരത്വം. ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ മതേതരത്വത്തിൻ്റെ അടങ്കലെടുത്തിരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. മതേതരത്വത്തെ അടങ്കലെടുത്ത് കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഇനിയും എന്തുകൊണ്ട് ഈ മതം എന്ന് പറയുന്ന ഒരു വിഷയം ഈ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എങ്ങനെ ചർച്ചയ്ക്ക് വന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എപ്പോൾ മുതലാണ് മതം ഒരു വലിയ പ്രശ്നമായി മാറിയത്? ആരാണ് മതത്തെക്കുറിച്ച് സംസാരിക്കാൻ കേരളത്തിൽ വഴിയൊരുക്കി അല്ലെങ്കിൽ വഴിമരുന്ന് ഇട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്കറിയാം, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ഉണ്ടാക്കിയ കൂട്ടുകെട്ടിനെ LDF ചോദ്യം ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. UDFിൻ്റെ കാര്യത്തിൽ അത് ചോദ്യം ചെയ്തു. പക്ഷേ അതൊരു ന്യൂനപക്ഷ ധ്വംസനം എന്നുള്ള നിലയിൽ അതിനെ വിലയിരുത്താൻ പാടില്ല. ഇപ്പോൾ കനകോലു മാമൻ എഴുതി കൊടുക്കുന്ന പച്ചക്കള്ളങ്ങൾ വന്നിന്ന് പ്രചരിപ്പിക്കലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ VD സതീശനെ പോലുള്ള നേതാക്കന്മാർ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് അതൊക്കെ തന്നെയാണ്. എങ്ങനെയെങ്കിലും കുറേയധികം കനകോലു മാമൻ്റെ കുറേയധികം കള്ളത്തരങ്ങൾ ഇങ്ങനെ പടച്ചുണ്ടാക്കി വിടുക എന്നുള്ളത്. അതിൽ ഏറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം വളരെ കൃത്യമായി അവർ കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ കള്ളങ്ങൾ ഇനിയും തുടർന്ന് പോയിക്കോട്ടെ. തൽക്കാലം നമ്മൾ അവരെ നിരാശരാക്കുകയും വേണ്ട. എന്നാൽ മതം എന്ന് പറയുന്നതിനെ ആ സമയത്ത്, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത് തെറ്റായ സമീപനമാണ് UDF പുലർത്തി പോരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇത് ശരിക്കും ചർച്ചയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തോന്നുന്നത്, നമുക്കറിയാവുന്ന പോലെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡുമായി ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു. എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനമായും ഉദ്ദേശിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ച് അതിനെ ഒരു ആഗോള പിൽഗ്രിമേജ് സെൻ്ററാക്കി മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കൂലങ്കഷമായ ചർച്ചയാണ് അവിടെ നടന്നത് എന്നുള്ളത് അവിടെ പോയവർക്കും അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കേരളത്തിലുള്ള ഏകദേശം ഒരുപാട് 75% വരുന്ന ജനങ്ങൾക്കും അറിയാം. ബാക്കി 25 എന്ന് പറയുക കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ച കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ അവിടെ രാഷ്ട്രീയമായിരുന്നില്ല, മതമായിരുന്നില്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷമായ മുഖത്തോടു കൂടി നിൽക്കുന്ന ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം
എങ്ങനെ പുതിയൊരു മാറ്റത്തിലൂടെ ഒരു ആഗോള തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമായിരുന്നു നടന്നത്. ഞാൻ എപ്പോഴും അടിവരയിട്ട് പറയുന്നു, ശബരിമല എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷതയുടെ ഇരിപ്പിടമാണ്. അവിടെ ചില തന്ത്രിയെ പോലുള്ളവന്മാർ അവിടെ കയറി ഇറങ്ങി നിരങ്ങി അതിനെ ഒരു സംഘീവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു വശമായി ഇപ്പോൾ ശബരിമലയുടെ ദോഷമുഖമായി നിൽക്കുന്നു. അത് ആ തന്ത്രിയെ മാറ്റാനുള്ള വഴി തന്നെ അല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്നാണ് മതം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ രാഷ്ട്രീയത്തിലേക്ക് UDF കലർത്താൻ തുടങ്ങിയത്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, കേരളത്തിലെ പ്രബലമായ 2 സാമുദായിക സംഘടനകൾ, അതായത് NSSഉം SNDP എന്ന് പറയുന്ന സംഘടനയും, ഈ 2 സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അവർ പിന്തുണ അറിയിച്ചു. തീർച്ചയായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിൽ NSS LDFന് പിന്തുണ അറിയിക്കും. LDFന് മാത്രമല്ല, ശബരിമലയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും NSS ഒരു ആഭിമുഖ്യം കാണിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ആരംഭിക്കുന്നതും നാമജപ പ്രതിഷേധ യാത്ര എന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധ പരിപാടികൾ ആദ്യമായി സംഘടിപ്പിക്കുന്നതും NSSന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. ആ NSS ആരംഭിച്ച സമരത്തെ രാഷ്ട്രീയം വൽക്കരിച്ചുകൊണ്ട് ഇതൊരു ഗോൾഡൻ ചാൻസായി കണ്ടുകൊണ്ട് അത് BJP ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. NSS ഉദ്ദേശിച്ചതിനേക്കാൾ വിഭിന്നമായ രീതിയിൽ ഒരു അക്രമോത്സുക പ്രതിഷേധമാക്കി അതിനെ മാറ്റുകയും മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് BJP പ്രവർത്തകർ മാറുകയും ചെയ്തു. അന്ന് BJPയുടെ മുഖച്ചാനലായ ജനൻ TVക്ക് ഏറെ മൈലേജ് ലഭിക്കുകയും ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കലാപാന്തരീക്ഷം. ആ കലാപത്തെ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആ ചാനൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് വളർത്തിക്കൊണ്ട് വരികയും ചെയ്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതിനെ ആർക്കും നിരാകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SNDPയും NSS നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാലിളക്കം സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. എങ്ങനെ സംഭവിച്ചു? SNDP ആണെങ്കിലും NSS ആണെങ്കിലും കേരളത്തിലെ വളരെ പ്രമുഖമായ 2 ഭൂരിപക്ഷ സംഘടന അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായ സംഘടനകളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സംഘടനകൾ 2 ആൾക്കാരും ഈ പറയുന്ന LDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും VD സതീശനെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പല ആവർത്തി ചീത്ത വിളിക്കുകയും ചെയ്ത സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഈ UDFന്റെ പൊതുവിൽ ഈ വരേണ്ട ഹിന്ദു വോട്ടുകൾ നേരെ LDFിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവിടെ VD സതീശനും കൂട്ടരും കനകോലുവിൻ്റെ നേതൃത്വത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ അതോടുകൂടി എങ്ങനെയെങ്കിലും മതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചർച്ചയ്ക്ക് വെക്കാനും അവിടെ ഇടതുപക്ഷം ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഹിന്ദുത്വ പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നും ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ് ഇത് എന്നുമുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് പരത്തുക എന്നുള്ളതായി ലക്ഷ്യം. അതോടൊപ്പം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഹിന്ദു സംഘടനകളെ അല്ലെങ്കിൽ ഈ സമുദായ സംഘടനകളെ LDFിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഒരു കള്ളക്കളി അവിടെ കളിച്ചു. പക്ഷേ തുടക്കത്തിൽ അത് പാളിയെങ്കിലും പിന്നീട് വരുന്നത് പാളികളുടെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോവുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള തന്ത്രി അടക്കമുള്ളവർ പ്രതിയാകുന്ന തരത്തിലേക്ക് അന്വേഷണം വ്യാപിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഒരു കള്ളക്കളി കളിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇനി SDPIക്കാരെയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വെള്ള പൂശാൻ വേണ്ടി VD സതീശൻ നിരന്തരം ഏതൊരവസരം കിട്ടിയാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. LDF അങ്ങനെ ചെയ്തു, LDF കൂടെ കൊണ്ടു കടന്നു എന്നുള്ള കാര്യമൊക്കെ ഇരിക്കട്ടെ. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ വിശുദ്ധവൽക്കരിച്ച VD സതീശൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മതരാഷ്ട്രവാദികളാണ് എന്നുള്ള ലേബല് ചാപ്പയടിച്ചു കൊടുത്ത് ഹൈക്കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് പിണറായി വിജയൻ ആയിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് പക്ഷേ ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അത് 2014 എന്ന് പറയുന്ന വർഷത്തിൽ. അത് നമ്മൾ പലതവണ സംസാരിച്ച വിഷയം തന്നെയാണ്. അപ്പം അതുപോലും മനസ്സിലാക്കാൻ എന്തുകൊണ്ട് VD സതീശന് കഴിഞ്ഞില്ല? അപ്പം ഒരു മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ആ മുസ്ലിം ന്യൂനപക്ഷത്തിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ഇവരെ ഇടതുപക്ഷത്തിന് എതിരാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തന്ത്രമാണ് കനകോലുവിൻ്റെ സിദ്ധാന്തമായി പുതിയതായി അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ സിദ്ധാന്തം VD സതീശൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വളരെ ഭംഗിയായി. അതിനകത്ത് ഏതൊക്കെ കള്ളങ്ങൾ ഉപയോഗിക്കാമോ ആ കള്ളങ്ങളെല്ലാം വളരെ കൃത്യമായി വേണ്ട അളവിൽ വേണ്ട ചേരുവയോടുകൂടി അവതരിപ്പിക്കാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് സതീശൻ്റെ വിജയം. ഇനിയും
ഇനിയും ഇതിനെ രൂക്ഷമാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നീട് അടുത്ത ശ്രമം. എങ്ങനെയാണ് ഇതിനെ രൂക്ഷമാക്കി മാറ്റുന്നത്? എന്തുകൊണ്ടാണ് രൂക്ഷമാക്കി മാറ്റുന്നത്? രൂക്ഷമാക്കി മാറ്റാൻ വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു. ഇവർ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഏകദേശം 16 കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടത്തിയ ഇവിടെ ഒരു ശിബിരമുണ്ടായിരുന്നു. ആ ശിബിരത്തിൽ കനകോല് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒന്നില്ല. സ്വാഭാവികമായും നമ്മൾ ഏതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഒരു സർക്കാരിൻ്റെ ഭരണവിരുദ്ധ അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും പ്രതിപക്ഷം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായും ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം വരുന്ന ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യം അത് തന്നെയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അവരെന്ത് ചെയ്തു, അവരെന്ത് ചെയ്യാതിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനാത്മകമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരിക്കും പലപ്പോഴും നമുക്ക് സംജാതമാകുക. എന്നാൽ ഇത്തവണ നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യം കനകോലു മാമൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത അച്ചവരിട്ട് കഴിഞ്ഞു. അതിനവർ വേദിയാക്കി കണ്ടത് കേരള ജമാഅത്തിന്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വേദിയിൽ കയറിയുന്നതുകൊണ്ട് അവിടെ കത്തിക്കാനാണ് ശരിക്കും ഈ വി ഡി സതീശൻ ശ്രമിച്ചത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ എബിൻ വർക്കി എന്ന യഥാർത്ഥ പേരുള്ള മറ്റേ വർക്കിക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചത്? ഈ പത്രസമ്മേളനത്തിലൂടെ എബിൻ വർക്കി പറയാൻ ശ്രമിച്ചത് എന്താണ്? അവിടെയും വർഗീയത തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ UDF-ഉം കോൺഗ്രസും എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ഇടതുപക്ഷത്തിലെ ഓരോ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളെ എടുത്തു വെച്ചുകൊണ്ട് ഇവരെല്ലാവരും ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന ചാപ്പയടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ മാർഗനിർദ്ദേശം കനകോലു മാമൻ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വികസന മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്താൽ വിജയിക്കില്ല. കാരണം ഇവിടെ വികസനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അക്കമിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ പരിശോധിച്ചാൽ വയനാട്ടിലെ പുനരധിവാസ പദ്ധതി വരെ എത്തി നിൽക്കുന്നു. 4,60,000 പരം വീടുകൾ കൊടുക്കുകയും ഈ വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായി അത് 5 ലക്ഷം വീടുകൾ എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും പറയാനുള്ള ഒരേ ഒരു സാധനം ഈ പറയുന്ന വസ്തുതയ്ക്ക് നിരക്കാത്ത മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ആയുധമാണ്. മതവിദ്വേഷം പരത്തുന്നു. മതവിദ്വേഷം അങ്ങനെ ഇടതുപക്ഷക്കാർ മുഴുവൻ മതവിരോധികളാണ്, അല്ലെങ്കിൽ മുസ്ലിം വിരോധികളാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കണം, മുസ്ലിം വിരോധികളാണ് എന്നാണ് വരുത്താൻ ശ്രമിക്കുന്നത്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾക്കെതിരാണ് ഇടതുപക്ഷം എന്നല്ല പറയാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരാണ് ഇടതുപക്ഷം എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർക്കിച്ചായനെ അടക്കം രംഗത്തേക്ക് ഇറക്കിക്കൊണ്ട് ഈ രീതിയിൽ കാണിക്കുന്നത്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പാർട്ടിയിലെ വർഗീയതയുടെ ഒരു വലിയ ഇരയാണ് ശരിക്കും എബിൻ വർക്കി എന്ന് പറയുന്ന നേതാവ്. അല്ലായിരുന്നു എങ്കിൽ എബിൻ വർക്കിക്ക് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കാനുള്ള നറുക്ക് വീഴേണ്ടതല്ലേ ഇതിന്റെ ഭരണഘടനാപരമായി ചിന്തിക്കുമ്പോൾ? തീർച്ചയായും അതെ. അതായത് 2ാം സ്ഥാനത്തേക്ക് വന്ന, അതായത് വ്യാജന ഒഴിവാക്കി വിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ തൊട്ടടുത്ത് 2ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരാളാണ് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത്. എന്നാൽ അതുണ്ടായില്ല. അതുണ്ടാകാതിരുന്നതിന് കാരണം എന്താണ്? സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ക്രിസ്ത്യാനികളായതുകൊണ്ട്, സഭക്കാരായതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ പോലെ ഒരാളെ വീണ്ടും സഭയ്ക്ക് ഇതിന് ഇട കൊടുക്കേണ്ട എന്നുള്ളതാണ് അവിടെ കണ്ടെത്തിയ ഒരു വർഗീയത. അപ്പം ശരിക്കും ഈ ഒരു വർഗീയത കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് അബിൻ വർക്കി. എന്നിട്ട് ഈ അബിൻ വർക്കിയെ എടുത്ത് ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള 58 പേരോ 60 പേരോ ഉള്ളതിനകത്ത് ഒരാളാക്കി അബിൻ വർക്കിയെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വർഗീയത പറയുന്നത് കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസിൽ വർഗീയതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സർവോപരി ഒരു വലിയ ഗ്രൂപ്പിസത്തിലൂടെ ചെന്നിത്തല പക്ഷക്കാരനായ അബിൻ വർക്കിയെ തഴഞ്ഞതും അതിൻ്റെ രക്തസാക്ഷി ആയതുകൊണ്ട് തന്നെയാണല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇതെല്ലാം അബിൻ വർക്കി മനസ്സിലാക്കി വെച്ചിട്ട് വേണം പറയാൻ. പിന്നെ ഇപ്പോൾ പറയുന്നത് അവർ വീട് വെച്ചു കൊടുക്കുന്ന, വയനാടുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം, വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം കോൺഗ്രസ് പാർട്ടി, അതായത് മൊത്തം വെച്ചു കൊടുക്കുന്നത് 100 വീടുകൾ എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് വെച്ചു കൊടുക്കുന്ന 100 വീടുകൾക്കുള്ളിൽ ഇവർ പറഞ്ഞ 30 വീടുകൾ കൂടി ഉൾപ്പെടും. ഏകദേശം ഒരു വീടിന് യൂത്ത് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന പണം വെച്ച് ഏകദേശം ഒരു വീടിന് ഏകദേശം 3.5 ലക്ഷം രൂപ മാത്രമാണ് ചിലവാകുക. 3.5 ലക്ഷം രൂപ കൊണ്ട് കേരളത്തിൽ എവിടെയെങ്കിലും അത്യാവശ്യം കയറിക്കിടക്കാൻ കഴിയുന്ന ഒരു വീട് വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ മാത്രം പൊട്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കാര്യം കൂടി അബിൻ വർക്കി മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കോൺട്രാക്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പണി നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അവിടെ ഒന്നും കാണുന്നില്ല
എന്നുള്ള അർത്ഥത്തിൽ അബിൻ വർക്കി സംസാരിക്കുന്നുണ്ട്. എൻ്റെ അബിൻ വർക്കി, ഈ കേരളത്തിലുള്ള സകലമാന ജനങ്ങളും കണ്ടു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവും കൽപ്പറ്റ MLA ടി സിദ്ദിഖ് അവിടെ പോയിന്നുണ്ട് വിശദമായി ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തതാണ്. പിന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണൂ. അവിടെ എന്താണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര ആളുകൾ പണിയെടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി എൻ്റെ അബിൻ വർക്കി നിങ്ങളൊന്ന് അന്വേഷിക്കും. വെറും കാളയുടെ ബുദ്ധിയും കൊണ്ട് നടക്കാതെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക നല്ലതായിരിക്കും. പിന്നെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് വഴിയേ അറിയാം. കാര്യം ഇപ്പോൾ കുറച്ച് കുന്നംപറ്റയിൽ കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നു എന്ന് പറയുന്നുണ്ട്, നടന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഉടനെ തന്നെ ഞങ്ങൾ തറക്കല്ലിടുമെന്ന് പറയുന്നുണ്ട്. തറക്കല്ലിടുവോ ഇടാതിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതെന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.